ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കുഞ്ഞിന് ന്യൂമോണിയ ബാധയെന്ന കണ്ടെത്തൽ. 5.5 മാസം പ്രായമുള്ള കുട്ടിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ വിവരങ്ങളാണ് പറയുന്നത്? നമുക്കറിയാം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? മുമ്പാണ് ഈ ശിശുക്ഷേമ സമിതിയിൽ നടന്ന കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ കുഞ്ഞിന് അണുബാധ ഉണ്ടായിരുന്നു, ന്യൂമോണിയ ഈ കുട്ടിക്ക് ബാധിച്ചിരുന്നു എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. ഇത് കൂടിയതാണ്, അണുബാധ കൂടിയതാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നൽകുന്നത്. അതേസമയം തന്നെ കുഞ്ഞ് പാല് കുടിച്ച് പാല് തൊണ്ടയിൽ കുടുങ്ങിയാണ് മരണമെന്നുള്ളതായിരുന്നു ശിശുക്ഷേമ സമിതി നൽകിയിരുന്ന വിശദീകരണങ്ങൾ. എന്തായാലും 5.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഇന്ന് പുലർച്ചയോടു കൂടിയാണ് മരണപ്പെട്ടത്. പാൽ തൊണ്ടയിൽ കുടുങ്ങിയുള്ള മരണമെന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട്. പിന്നീട് കുട്ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്വാസമുട്ടലിനെ തുടർന്ന് മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു SIT ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തത്. ഇപ്പോഴാണ് ഈ മരണ കാരണം ഔദ്യോഗികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്, സ്ഥിരീകരണവും വരുന്നത്. എന്തായാലും കഴിഞ്ഞ 1 മാസത്തിനിടയെ ഈ ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്ന രണ്ടാമത്തെ കുട്ടി കൂടിയാണ് ഇത്. ഫെബ്രുവരി 28-ന് ഒരു 1.5 വയസ്സുള്ള കുട്ടി കൂടി ഇവിടെ മരിച്ചിരുന്നു. ഇതിലും യഥാർത്ഥ കാരണം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ മരണമടക്കമുള്ള കാര്യത്തിലും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. അറ്റകുറ്റപ്പണിയുടെയൊക്കെ പേരിൽ ഈ സമിതിയിലുള്ള കുട്ടികളെ മാറ്റി മറ്റൊരു ലോഡ്ജിലാണ് താമസിപ്പിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഏറെ ഞെട്ടിച്ച അല്ലെങ്കിൽ ഏറെ ദുരൂഹമായി നിന്നിരുന്ന ഒരു മരണത്തിൽ ആ മരണം ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുകയാണത്. ന്യൂമോണിയ ബാധിച്ചാണ് അണുബാധ ഉണ്ടായിരുന്ന ഈ കുഞ്ഞിന് എന്നുള്ള സ്ഥിരീകരണമാണ് വന്നിട്ടുള്ളത്. എന്തായാലും 5.5 മാസം പ്രായം മാത്രമുള്ള കുട്ടിയാണ് ഇന്ന് പുലർച്ചെ ശിശുക്ഷേമ സമിതിയിൽ മരണമടഞ്ഞത്. വിഷ്ണു. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.